നമസ്കാരം, ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ്. 2014 ശേഷം ആദ്യമായി EPFO ശമ്പള പരിധി വർദ്ധിപ്പിക്കുകയാണ്. നിലവിലെ 15,000 രൂപ എന്ന പരിധി 25,000 രൂപയോ അല്ലെങ്കിൽ 30,000 രൂപയോ ആയി ഉയർത്താനാണ് ആലോചന. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അടുത്ത 4 മാസത്തിനുള്ളിൽ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇപ്പോൾ വരുന്നതെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയിലെ ജീവിത ചെലവും ശമ്പള നിരക്കും വലിയ തോതിൽ വർദ്ധിച്ചു. പല സംസ്ഥാനങ്ങളിലെയും കുറഞ്ഞ വേതനം പോലും ഇപ്പോൾ 15,000 രൂപയ്ക്ക് മുകളിലാണ്. ഇതിനർത്ഥം സാധാരണക്കാരായ പല തൊഴിലാളികളും നിലവിൽ നിർബന്ധിത PF ആനുകൂല്യങ്ങൾക്ക് പുറത്താണ് എന്നാണ്. ഈ വിടവ് നികത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതൊരു ചെറിയ മാറ്റമല്ല. ഉദാഹരണത്തിന് 25,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് നിലവിൽ 15,000 രൂപയുടെ അടിസ്ഥാനത്തിലാണ് PF പിടിക്കുന്നത്, അതായത് 1,800 രൂപ. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ 25,000 രൂപയുടെ 12%, അതായത് 3,000 രൂപ നിങ്ങളുടെ PF അക്കൗണ്ടിലേക്ക് മാസം തോറും എത്തും. 2014 അവസാനമായി ഈ പരിധി 6,500 രൂപയിൽ നിന്ന് 15,000 രൂപയാക്കി ഉയർത്തിയത്. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം ഇത് 25,000 രൂപയാക്കാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും വലിയ ഗുണം ലഭിക്കുന്നത് പെൻഷനിലാണ്. തൊഴിലുടമയുടെ വിഹിതമായ 12%-ൽ 8.33% പോകുന്നത് പെൻഷൻ ഫണ്ടിലേക്കാണ്. നിലവിൽ പരമാവധി 1,250 രൂപയാണ് പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്നത്. പുതിയ നിയമം വന്നാൽ ഇത് ഏകദേശം 2,083 രൂപയായി വർദ്ധിക്കും. ഇത് വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിമാസ പെൻഷൻ തുകയിൽ ഏകദേശം 40 മുതൽ 50% വരെ വർധനമുണ്ടാക്കാൻ സഹായിക്കുന്നു. കൂടാതെ മിനിമം പെൻഷൻ 1,000 രൂപയിൽ നിന്ന് 7,500 രൂപയാക്കി ഉയർത്തണമെന്ന തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യവും ഇതോടൊപ്പം പരിഗണിക്കപ്പെട്ടേക്കാം. ഇത് നടപ്പിലായാൽ നിങ്ങളുടെ ശമ്പളത്തിൽ എന്ത് സംഭവിക്കും? പ്രധാനമായും 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നാമതായി, നിങ്ങളുടെ PF വിഹിതം വർദ്ധിക്കും. നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 12%-മാണ് ജീവനക്കാരും തൊഴിലുടമയും PF-ലേക്ക് അയക്കുന്നത്. ശമ്പള പരിധി ഉയരുന്നതോടെ കൂടുതൽ തുക നിങ്ങളുടെ PF അക്കൗണ്ടിലേക്ക് എത്തും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ വിരമിക്കുമ്പോൾ വലിയൊരു തുക സമ്പാദ്യമായി ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പെൻഷനെ കുറിച്ചാണ്. എംപ്ലോയീസ് പെൻഷൻ സ്കീം അഥവാ EPS വിഹിതവും ഇതോടൊപ്പം വർദ്ധിക്കുന്നുണ്ട്. നിലവിൽ 15,000 രൂപയുടെ 8.33%-മാണ് പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്നത്. പരിധി 25,000 രൂപയാകുന്നതോടെ കൂടുതൽ തുക പെൻഷൻ ഫണ്ടിലേക്ക് എത്തും. എന്നാൽ ഇവിടെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ കുറവുണ്ടാകും. സമ്പാദ്യം കൂടുമെങ്കിലും മാസ ചെലവുകൾക്കായി കയ്യിൽ കിട്ടുന്ന പണം കുറയുന്നത് ചിലരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചേക്കാം. മാത്രമല്ല, കമ്പനികൾക്ക് ജീവനക്കാർക്കായി കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരും. ഇത് ചെറുകിട സ്ഥാപനങ്ങളെ സാമ്പത്തികമായി ബാധിച്ചേക്കാം. ഏകദേശം 1 കോടിയിലധികം പുതിയ ജീവനക്കാർ ഈ മാറ്റത്തിലൂടെ EPF പരിധിയിലേക്ക് എത്തും. മെട്രോ നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ലോ മിഡ് ഇൻകം വിഭാഗത്തിന് ഇത് വലിയൊരു സാമ്പത്തിക സുരക്ഷയാകും. 2026 ഏപ്രിൽ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.